ക്രൈസ്തവ സഭാ നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി സംസ്ഥാന സർക്കാർ. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ തർക്കങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യമുയർത്തി ക്രൈസ്തവ മാനേജ്മെന്റുകൾ. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയെ ദൌത്യമേൽപ്പിച്ച് ഇടതുമുന്നണി നേതൃത്വം. ക്രൈസ്തവ സഭാ പിന്തുണയിലൂടെ തുടർഭരണം ഉറപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ സംസ്ഥാന സർക്കാർ. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇടതുപക്ഷ ആഭിമുഖ്യ സമീപനം കൈക്കൊള്ളുമെന്ന് ഭൂരിഭാഗം രാഷ്ട്രീയ കേന്ദ്രങ്ങളും കണക്കുകൂട്ടിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കടുംപിടുത്തത്തിന് പേരുകേട്ട സുകുമാരൻ നായരെ ഈ വിധത്തിൽ അനുനയിപ്പിച്ചതിന് പിന്നിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ നയതന്ത്രജ്ഞതയ്ക്ക് വലിയ പങ്കാണുള്ളത്. അതേ വിധത്തിൽ വലിയൊരു ദൗത്യമാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ ഇടതുപക്ഷം ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. പിണങ്ങി നിൽക്കുന്ന ക്രൈസ്തവ സംഘടനകളെ സർക്കാരുമായി അടുപ്പിക്കാനാണിപ്പോൾ ജോസ് കെ മാണിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇതു സംബന്ധിച്ച് സർക്കാരിനെതിരെ പരസ്യ നിലപാടാണ് ക്രൈസ്തവ സംഘടനകൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ NSS നേതൃത്വം സുപ്രീം കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടിയെടുക്കുകയും ചെയ്തിരുന്നു. ഈ വിധം ആനുകൂല്യങ്ങൾക്ക് തങ്ങളും അർഹരാണെന്നും ഒരേ വിഷയത്തിൽ രണ്ട് നീതിയെന്ന സമീപനം ശരിയല്ലെന്നുമാണ് വിവിധ ക്രൈസ്തവ സംഘടനകൾ ഇത് സംബന്ധിച്ച് കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. ക്രൈസ്തവ സാമുദായിക സംഘടനകളുടെ ഈ വിധം നിലപാടുകൾ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുനയ ചുമതല ജോസ് കെ മാണിയെ ഏൽപ്പിച്ചത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ഗുണകരമായ സാഹചര്യമാണിത്. ത്രിതല തെരഞ്ഞെടുപ്പും അധികം വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പുമെല്ലാം അരികിലെത്തിയ സാഹചര്യത്തിൽ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ പിണക്കാതെ ഒപ്പം നിർത്തേണ്ടതും ഇടതുപക്ഷത്തിന്റെ അത്യധികം പ്രാധാന്യമേറിയ ആവശ്യമാണ്. അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ ഇടതുമുന്നണിയിൽ തന്റെ സ്വീകാര്യത വളരെയധികം വർദ്ധിക്കുമെന്നും ജോസ് കെ മാണിക്ക് നന്നായി അറിയാം. അതേസമയം ഭിന്നശേഷി നിയമനങ്ങളിലെ നൂലാമാലകൾ മൂലം എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഒട്ടനവധി പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. ഇടത് സർക്കാരുമായി സഹകരിച്ച് രമ്യമായി അത് പരിഹരിക്കണമെന്ന മനസ്സിലിരിപ്പാണ് വിവിധ ക്രൈസ്തവ സംഘടനകൾക്കും ഉള്ളത്. എന്നാൽ നേരിട്ട് സർക്കാരിനെ സമീപിക്കാൻ അവർക്ക് ഒട്ടേറെ പരിമിതികൾ ഉണ്ട് താനും. അതേസമയം അതിനാവശ്യമായ ചർച്ചകൾക്ക് അന്തരീക്ഷമൊരുക്കാൻ മാണി വിഭാഗം കേരള കോൺഗ്രസിന് കഴിഞ്ഞാൽ ക്രൈസ്തവ സംഘടനകളിൽ ജോസ് കെ മാണിക്കുള്ള സ്വീകാര്യതയും വലിയ തോതിൽ വർദ്ധിക്കും. ഇടതുപക്ഷത്തോട് ഉറച്ചു നിൽക്കുന്ന മാണി വിഭാഗത്തിന് ഇതുവഴി വലിയ രാഷ്ട്രീയ അംഗീകാരം ലഭിക്കുകയും ചെയ്യും. കത്തോലിക്ക സഭയ്ക്ക് പുറമെ CSI വിഭാഗവും ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമെല്ലാം ഈ വിഷയത്തിൽ സർക്കാരിനെതിരായ സമീപനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ക്രൈസ്തവ മാനേജ്മെന്റുകളെ രൂക്ഷമായി വിമർശിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണങ്ങൾ മധ്യസ്ഥ ചർച്ചകൾക്ക് വിഘാതമായി നിൽക്കുകയുമാണ്. ഈ വിഷയത്തിൽ കർക്കശ പ്രതികരണങ്ങൾ നടത്തരുതെന്ന് ഇടതുമുന്നണി നേതൃത്വം നയം കൈക്കൊണ്ടത് ഈ സാഹചര്യത്തിലാണ്. ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ യൂഹാനോൻ മാർ ദിയസ്കോറസ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി ഭീഷണിയുടെ സ്വരം ഉപേക്ഷിക്കണമെന്നും NSSന് ലഭിച്ച കോടതി വിധിയുടെ മാനദണ്ഡം എല്ലാവർക്കും ഒരുപോലെ പാലിക്കാൻ കഴിഞ്ഞാൽ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നുമാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. ഇതേ വാദമുഖങ്ങൾ തന്നെയാണ് കത്തോലിക്ക സഭയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും നയമെന്നാണ് ഫാദർ ഫിലിപ്സ് കവീലിനെ പോലെയുള്ള ആത്മീയ നേതാക്കളും നയം വ്യക്തമാക്കുന്നത്. പൊതുവെ UDF അനുകൂല സമീപനമാണ് വിവിധ ക്രൈസ്തവ സഭാ നേതാക്കൾ സ്വീകരിച്ചു വരുന്നത്. എന്നാൽ സമീപകാലത്തായി അത്തരം നീക്കുപോക്കുകളിൽ വലിയ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധങ്ങളിൽ ഉദാര സമീപനങ്ങൾ BJP നേതൃത്വം കൈക്കൊണ്ടു തുടങ്ങിയതോടെ അവരോടുള്ള ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുടെ സമീപനത്തിലും BJP അനുകൂല സമീപനങ്ങൾ കൈവന്നിട്ടുമുണ്ട്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉദാര സമീപനങ്ങളാണ് ഇടത് സർക്കാരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം UDFനകത്തെ പടലപ്പിണക്കവും 2 തവണയായി ഭരണാധികാരം ഇല്ലാത്തതിന്റെ പരിമിതികളുമെല്ലാം ക്രൈസ്തവ സഭകളുമായുള്ള UDF ബന്ധത്തിലും ഉലച്ചിൽ വരുത്തിയിട്ടുണ്ട്. ഈ വിധം സാഹചര്യങ്ങളെ ഗുണകരമാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത്. തുടർഭരണം ഉറപ്പുവരുത്തുവാൻ ക്രൈസ്തവ സാമുദായിക സംഘടനകളുടെയും പിന്തുണ അനിവാര്യമാണെന്നും ഇടതു കേന്ദ്രങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ മാനേജ്മെന്റുകളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള ചുമതല വിശ്വാസപൂർവ്വം ജോസ് കെ മാണിയെ സർക്കാർ ഏൽപ്പിച്ചത്. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.